വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കേക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ദേ ഇതാണ് ട്രെസ്ലച്ചസ് കേക്ക്. ഭയങ്കര സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള കേക്കാണ്. ഒരു വട്ടെങ്കിലും കഴിച്ച് നോക്കണം. അത്രയും ടേസ്റ്റിയാണ്. പക്ഷേ എനിക്കിഷ്ടമില്ലാത്തൊരു സ്റ്റെപ്പ് ഈ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. എന്നിട്ട് വേണം ബീറ്റ് ചെയ്യാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ട്. എന്നിട്ട് ഈ യോക്കിലോട്ടാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഇവരെ രണ്ടാളെയും കൂടി ഒരുമിപ്പിച്ചിട്ട് ബേക്ക് ചെയ്യുന്നത്. ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേക്കിൽ നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ടാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് മിൽക്ക്, പിന്നെ ഇവാപ്പറേറ്റഡ് മിൽക്ക്, കണ്ടൻസ്ഡ് മിൽക്ക്, ഇവ മൂന്നിൻ്റെയും കൂടെ ഒരു മിക്സാണ് നമ്മൾ ഇതിൻ്റെ മേലെ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് ഒഴിക്കുന്നത്. ഇതിന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കേക്ക് ചില്ല് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണം. കുറച്ച് നേരം തണുപ്പിച്ചതിന് ശേഷം മേലെ നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയർ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം ഇച്ചിരി ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നട്ട്സ് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള ട്രെസ്ലച്ചസ് കേക്ക് റെഡിയായി. ഇനി നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ റെഡിയാക്കിയ മിൽക്കിൻ്റെ മിക്സിൽ അതും കൂടെ ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ. അടിപൊളി ടേസ്റ്റാണ്.